DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 20 ബുധൻ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. ശനിയാഴ്ച വരെ വിവിധ ജില്ലകളിലായി മഴ തുടരുമെന്നാണ് പ്രതീക്ഷ. നാളെ തെക്കൻ ജില്ലകളിൽ മഴ കനക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടുത്ത അറിയിപ്പ്, UDF പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടി പ്രകാരം KSRTCയിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര ഓർഡിനറി ബസ്സുകളിൽ മാത്രമാകും ലഭ്യമാകുക. വരുമാന പരിധിയില്ലാതെ എല്ലാ സ്ത്രീകൾക്കും സൗജന്യ യാത്ര അനുവദിക്കും. കർണാടക, പഞ്ചാബ്, തെലങ്കാന, ആന്ധ്ര എന്നിവിടങ്ങളിൽ സ്വദേശികളായ സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര നടപ്പാക്കിയപ്പോൾ പ്രത്യേക കാർഡുകൾ ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ കേരളത്തിൽ ഇതില്ലാതെ സൗജന്യ യാത്ര അനുവദിക്കും. തമിഴ്നാട്ടിലും ഇതേ മാതൃകയാണ്. സംസ്ഥാനത്താകെ 4700ഓളം KSRTC ബസ്സുകളാണുള്ളത്. ഇതിൽ 3000ഓളം ഓർഡിനറിയാണ്. ഇവയിൽ 300 സിറ്റി ഫാസ്റ്റുകൾ ഒഴികെയുള്ള ബസ്സുകളിലാകും സൗജന്യ യാത്ര. 1400 സൂപ്പർ ക്ലാസുകളും 300 ഫാസ്റ്റുകളുമുണ്ട്. നിലവിൽ ഒരു ഓർഡിനറി ബസ്സിൽ ദിവസം 700 മുതൽ 1000 വരെ പേരാണ് യാത്ര ചെയ്യുന്നത്. അടുത്ത അറിയിപ്പ്, കേരളത്തിലെ യുവജനങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകിക്കൊണ്ട് അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായി 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ നൽകുന്ന ഒരു പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് ഇതൊരു വലിയ സാമ്പത്തിക സഹായമായിരിക്കും. വായ്പയായി അനുവദിക്കുന്ന ഈ തുകയ്ക്ക് യാതൊരുവിധ പലിശയും ഈടാക്കുന്നതല്ല. വാങ്ങുന്ന തുക നിശ്ചിത തവണകളായി മാത്രം ബാങ്കിലേക്ക് തിരിച്ചടച്ചാൽ മതിയാകും. വരും ദിവസങ്ങളിൽ തന്നെ ഈ ക്ഷേമ പദ്ധതിക്ക് വലിയ മുൻഗണന നൽകുമെന്നും അടുത്ത 6 മാസത്തിനകം ഇത് പൂർണ്ണമായി നടപ്പിലാക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അടുത്ത അറിയിപ്പ്, ഈ മാസത്തെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ മെയ് 25 മുതൽ വിതരണം ചെയ്യും. ഇതിനായി 1070 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തുമെന്നത് UDFന്റെ പ്രധാന തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു. നിലവിൽ 2000 രൂപയാണ് ക്ഷേമ പെൻഷൻ. 62 ലക്ഷത്തോളം പേർക്കാണ് ഈ പെൻഷൻ നൽകുന്നത്. ബാങ്ക് അക്കൗണ്ടുകളിൽ തുക ലഭിക്കുന്നവർക്ക് 25-ാം തീയതി തന്നെ തുക എത്തുന്നതാണ്. വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം 26, 27 തീയതികളിലൊക്കെയായിരിക്കും സജീവമാവുക. പെൻഷനിൽ കേന്ദ്രവിഹിതമുള്ളവർക്ക് ആ തുക കുറഞ്ഞായിരിക്കും ആദ്യം അക്കൗണ്ടുകളിലേക്ക് എത്തുക. നിശ്ചിത ദിവസങ്ങൾക്ക് ശേഷം ഈ തുക പിന്നീട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആകുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.